എല്ലാവർക്കും നമസ്കാരം. സ്മിതാസ് കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. കുറേ ആയി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ സെപ്റ്റംബറിൽ വാങ്ങിയ ഒരു എയർ ഫ്രയറാണ്. ഫിലിപ്സിൻ്റെയാണ് എയർ ഫ്രയർ. അപ്പോൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അന്ന് വാങ്ങിയ സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു. സെപ്റ്റംബറിലായിരുന്നു. അപ്പോൾ ഒരു 3-4 മാസം മേലെ ആയല്ലോ. അപ്പോൾ ഉള്ള വില ആയിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ വില എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം ഒന്നുകൂടെ കൺഫേം ചെയ്ത ശേഷം സ്ക്രീനിൽ എഴുതി കാണിക്കാം എത്രയായിരുന്നു ഇതിൻ്റെ വില എന്നുള്ളത്. അപ്പോൾ ഇത് വാങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാവുമ്പോൾ ഓയിൽ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് കൊളസ്ട്രോൾ അങ്ങനെയുള്ള കുറച്ച് അസുഖങ്ങളൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ കുറേ റിവ്യൂസൊക്കെ നോക്കിയ ശേഷമാണ് ഞാൻ വാങ്ങിയത്. ചിലർ പറയുന്നുണ്ട് ഇത് അധികം ഉപയോഗിക്കണം നന്നല്ല, ഓരോ അസുഖങ്ങളുടെ സാധ്യതയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇല്ല എന്നുള്ളതും കുറച്ച് പേര് പറയുന്നതായിട്ട് കേട്ടു, ഡോക്ടേഴ്സൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അന്വേഷിച്ച ശേഷം മാത്രമാണ് ഇത് വാങ്ങാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് വാങ്ങിയ ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കി. നന്നായിട്ട് കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ നമ്മൾ എണ്ണയിൽ വറുത്ത് നോക്കി പൊരിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഇതിന് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും, എന്നാലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഫിലിപ്സിൻ്റെയാണ് ഇത് വരുന്നത്. ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ സാധാരണ ടൈപ്പാണ്. ഓട്ടോമാറ്റിക്കിൻ്റെ അല്ല ഇത്, ഫിലിപ്സിൻ്റെ ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കി. മീൻ വറുത്ത് നോക്കി. മീൻ ഇപ്പോൾ എണ്ണയില്ലാണ്ടൊക്കെ നമുക്ക് വറുത്ത് കഴിക്കാം. അതുപോലെ പഴംപൊരി, കേക്ക്, അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഓവനിൽ ഉണ്ടാക്കണം. അതേപോലെയുള്ള ഒരുവിധ സാധനങ്ങളെല്ലാം ഇതിലും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കണം. ടൈമും അതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്യുകയൊക്കെ വേണം, കേക്കിലൊക്കെ ചെയ്യണ പോലെ, ഓവനിലൊക്കെ ചെയ്യണ പോലെ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ ഒരു വീഡിയോ ഞാൻ ഇടാം. ഇതാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന് കറണ്ട് ബില്ല് ഒരുപാട് വരുമോയെന്നൊന്നും അറിയില്ല. ഞാൻ കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് വന്ന് കറണ്ട് ബില്ലിൽ അങ്ങനെ കൂടുതലായിട്ട് തോന്നിയില്ല. അത് മാത്രമല്ല അത്തവണ കറണ്ട് ബില്ല് കുറവായിരുന്നു. അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നവർ ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനിതൊക്കെ അതിൽ ഉണ്ടാക്കി നോക്കിയ സാധനങ്ങളാണ്. ഉള്ളിവട, കേക്ക്, പഴം കൊണ്ടൊരു സാധനം, അങ്ങനത്തെ സാധനങ്ങൾ, മീൻ വറുത്തു, പിന്നെ പഴംപൊരി അതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇനി അതൊക്കെ ഉണ്ടാക്കുന്നതും ചെറുതായിട്ടൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോയിൽ അതിന് ഇടാം. ഓരോന്നായിട്ട് പഠിച്ച് വരുന്നേ ഉള്ളൂ ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാമല്ലോ, എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല. പൊട്ടാറ്റോ ചിപ്സൊക്കെ ഉണ്ടാക്കി നോക്കി കുട്ടികൾക്ക്. അപ്പോൾ അതിൻ്റെ മേലെ തന്നെ ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൈമും എത്ര സമയം വേണം, എത്ര അങ്ങനെയുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഉണ്ടാക്കി നോക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.